ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൺലിമിറ്റഡ് കോഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ 3rd ചാപ്റ്ററായ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്. എന്താണ് ഡേറ്റ സ്ട്രക്ചർ? അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചേഴ്സ്? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ 4 തരത്തിൽ ഡേറ്റാസ് ഓർഗനൈസ് ചെയ്തിട്ട് കാണാം. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ടോയ്സ് ആണ്. അതൊരു അടുക്കും ചിട്ടയൊന്നുമില്ലാതെ ഒന്നിച്ച് കൂട്ടിയിരിക്കുകയാണ് ടോയ്സൊക്കെ. അതും ഒരു തരം അറേഞ്ച്മെൻ്റ് ആണ് ഡേറ്റയുടെ. അതായത് ഇവിടെ ടോയ്സ് ആണ് ഡേറ്റ. അപ്പോൾ ഈ ടോയ്സിനെ ഒരു അടുക്കും ചിട്ടയില്ലാതെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത് കളക്ഷൻ ഓഫ് പ്ലേറ്റ്സ്. ഇവിടെ പ്ലേറ്റ്സിനെ സ്റ്റാൻഡിൽ ഓരോന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കാനും വേറൊരു പ്ലേറ്റ് വെക്കാനും സാധിക്കും. പക്ഷേ ഇതിൻ്റെ സൈസ് ലിമിറ്റഡ് ആയിരിക്കും. ആ സ്റ്റാൻഡിൽ എത്ര സ്ലോട്ട്സ് ഉണ്ട് അത്ര പ്ലേറ്റ്സ് മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് CD പാക്ക്. ഇതിലും ഓരോ CD ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മുകളിലുള്ള CD മാത്രമായിരിക്കും എടുക്കാൻ പറ്റുക. അതായത് മുകളിൽ നിന്നൊന്ന് എടുക്കുക, പുറത്ത് വെക്കുക, എന്നിട്ട് അതിന് ശേഷമുള്ള CD എടുക്കുക. അങ്ങനെയാണ്. അടുക്കി വെക്കുമ്പോഴോ അതിന് മുകളിലായിട്ടാണ് നമുക്ക് അടുക്കി വെക്കാനും പറ്റുക. അതൊരു തരം അറേഞ്ച്മെൻ്റാണ്. അതിലും സൈസ് ആ CD പാക്കിൻ്റെ സൈസിന് അത്രയും ലിമിറ്റഡ് ആയിരിക്കും. നാലാമത്തെ പിക്ചർ ശ്രദ്ധിക്കാം. ക്യൂ ആണ്. അതിലാദ്യത്തേത് കുറച്ച് സ്ത്രീകൾ ക്യൂ നിന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ ഓട്ടോറിക്ഷാസ് 1 by 1 പാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഒരു ക്യൂ ആണ്. ഇതിൽ ആദ്യം വരുന്ന ആൾക്കായിരിക്കും ആദ്യം അയാൾ ഉദ്ദേശിക്കുന്ന, അതായത് ഓഫീസിലേക്കാണ് ക്യൂ നിന്നിട്ടുള്ളതെങ്കിൽ ഓഫീസിലേക്ക് കടത്തി വിടുക. ഓട്ടോറിക്ഷ സ്റ്റാൻഡാണെങ്കിൽ ആദ്യം വരുന്ന കസ്റ്റമർ ആദ്യത്തെ ഓട്ടോയിൽ കയറും. അപ്പോൾ അതുപോലെ അങ്ങനെയും നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിംപ്ലി ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ. Data structure is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. അതായത് ഇതൊരു ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസിങ് രീതിയാണ്. നമ്മളുടെ കയ്യിൽ കുറച്ച് ഡേറ്റാസ് ഉണ്ടാവും. അതിനെ നമ്മൾ അടുക്കി വെക്കുന്ന ഒരു രീതിയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലുള്ള ഡേറ്റ ഐറ്റംസ് സിമിലർ ആയിരിക്കാം, ഡിസിമിലർ ആയിരിക്കാം, പക്ഷേ ലോജിക്കലി റിലേറ്റഡ് ആയിരിക്കും. It is not only allow the user to combine various type of data but also allow processing of the group as a single unit. ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും പറ്റും. അതും ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. നമുക്ക് ഈ ഡേറ്റ സ്ട്രക്ചറിനെ മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ്. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് അറേയും സ്ട്രക്ചറും. അത് നമ്മൾ മുമ്പേ കണ്ടു. എന്താണ് അറേസ് എന്നുള്ളതും എന്താണ് സ്ട്രക്ചർ എന്നുള്ളതും. അത് സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയറിനെ നമുക്ക് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നിങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് ആണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൻ്റെ. നോൺ ലീനിയറിൽ പെടുന്നതാണ് ട്രീയും ഗ്രാഫും. ഡേറ്റ സ്ട്രക്ചേഴ്സ് 2 തരത്തിലുണ്ട്. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ്. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ അസോസിയേറ്റഡ് ഓൺലി വിത്ത് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി ആയിട്ടാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് the required memory is allocated before the execution of the program. അതായത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ദി മെമ്മറി സ്പേസ് വിൽ ബി ഫിക്സ്ഡ് ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ. ഈ മെമ്മറി സ്പേസ് ഫിക്സ്ഡ് ആയിരിക്കും. അത് കുറയാനോ കൂടാനോ പോകുന്നില്ല. എക്സിക്യൂഷന് മുമ്പ് തന്നെ നമ്മൾ ഇത്ര മെമ്മറി എന്നുള്ളത് അലോക്കേറ്റ് ചെയ്തിരിക്കും. Data structures designed or implemented using arrays are static in nature.
അറേസ് ഒക്കെ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഇനി ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. നേരത്തേത് പ്രൈമറി മെമ്മറി ആയിരുന്നു, ഇത് സെക്കൻഡറി മെമ്മറി ആയിട്ടാണ് അസോസിയേറ്റഡ് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് ദി സൈസ് ഓഫ് ദി കളക്ഷൻ വിൽ നോട്ട് ബി സ്പെസിഫൈഡ് ഇൻ അഡ്വാൻസ്, റാദർ ഇറ്റ് ഗ്രോസ് ഓർ ഷ്രിങ്ക്സ് ഡ്യൂറിങ് റൺ ടൈം ആസ് പെർ യൂസേഴ്സ് ഡിസയർ. അതായത് ഇതിൻ്റെ ഈ മെമ്മറി ഇത്ര വേണം എന്നൊന്നും മുമ്പേ നമ്മൾ തീരുമാനിക്കില്ല. എക്സിക്യൂഷൻ ടൈമിലായിരിക്കും അതിന് വേണ്ടത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു നമ്മളുടെ പ്രോഗ്രാമിനനുസരിച്ച് ആ മെമ്മറി അലോക്കേഷൻ കുറയോ കൂടുകയോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഫയൽസ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. ലിങ്ക്ഡ് ലിസ്റ്റും ഫയൽസൊക്കെ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഡേറ്റ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. ഒരു ഡേറ്റ സ്ട്രക്ചറിലെ ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്നതിനെ ട്രാവേഴ്സിംഗ് എന്ന് പറയും. ദി ട്രാവൽ പ്രൊസീഡ്സ് ഫ്രം ദി ഫസ്റ്റ് എലമെൻറ്റ് ടു ദി ലാസ്റ്റ് വൺ ഇൻ ദി ഡേറ്റ സ്ട്രക്ചർ. ആദ്യത്തെ എലമെൻറ്റ് തൊട്ട് അവസാനത്തെ എലമെൻറ്റ് വരെ ഈ ട്രാവലിംഗ് പ്രൊസീഡ് ചെയ്യും. അതായത് ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യും. റീഡിങ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാവേഴ്സിംഗ്. ഒരു അറേയിലെ എല്ലാ എലമെൻറ്റ്സിനെയും റീഡ് ചെയ്യുന്നത് ട്രാവേഴ്സിങ്ങിന് ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മളുടെ ഡേറ്റ സ്ട്രക്ചറിലെ ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയും. സെക്കൻഡ് വൺ സെർച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ ദി ഡേറ്റ സ്ട്രക്ചർ. ഒരു ഡേറ്റ സ്ട്രക്ചറിലെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ലൊക്കേഷനെ കണ്ടുപിടിക്കുന്നതിന് സെർച്ചിങ് എന്ന് പറയും. സാധാരണ നമ്മൾ സെർച്ച് ചെയ്യൂലേ, അതുപോലെ തന്നെ ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ഒരു എലമെൻറ്റിന് വേണ്ടി നമ്മൾ അതിൻ്റെ ലൊക്കേഷന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സെർച്ചിങ് എന്ന് പറയും. ഇൻ അതർ വേർഡ്സ്, സെർച്ചിങ് ഇംപ്ലൈസ് ആക്സസിങ് ദ വാല്യൂസ് സ്റ്റോർഡ് ഇൻ ദി ഡേറ്റ സ്ട്രക്ചർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡേറ്റ സ്ട്രക്ചറിലെ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നതിനെ നമ്മൾ സെർച്ചിങ് എന്നും പറയും. Next one, inserting. Insertion is the operation in which a new data is added at a particular place in a data structure. ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിനെ ഇൻസേർട്ടിംഗ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ കണ്ടു പ്ലേറ്റ്സൊക്കെ അടുക്കി വെച്ചത്, അതിൽ നിന്നൊരു അതിലൊരു ഒഴിവുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലേക്കൊരു പ്ലേറ്റ് നമ്മൾ വെക്കുമ്പോൾ അതിനെ ഇൻസേർഷൻ എന്ന് പറയാം. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് ഡേറ്റ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഇൻ സം സിറ്റുവേഷൻ where the elements in the data structure are in a particular order, the position may need to be identified first and then the insertion to be done. നമ്മൾ എവിടെയാണ് ഒഴിവുള്ളത് എന്നുള്ളത് നമുക്ക് ആ പൊസിഷൻ കണ്ടുപിടിക്കേണ്ടി വരും ചില സമയത്ത്. അപ്പോൾ അതിലായിട്ടായിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ ഡിലീറ്റിംഗ്. ഡിലീഷൻ ഇസ് എ ഓപ്പറേഷൻ ഇൻ വിച്ച് പെർട്ടിക്കുലർ എലമെൻറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ഡേറ്റ സ്ട്രക്ചർ. ഇൻസേർഷൻ പറഞ്ഞ പോലെ ഡിലീറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡേറ്റ സ്ട്രക്ചറിൽ നിന്നും ഒരു ഡേറ്റ എലമെൻറ്റ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. The deletion is performed either by mentioning the element itself or by specifying its position. ഏത് എലമെൻ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഏത് പൊസിഷനിലുള്ള എലമെൻ്റാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിലീഷൻ ഓപ്പറേഷൻ നടത്താം. നെക്സ്റ്റ് വൺ, സോർട്ടിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അറേഞ്ചിങ് ദി എലമെൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അതായത് എലമെൻറ്റ്സിനെ ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയും. എയ്തർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യൂലേ, അതിനെ നമ്മൾ സോർട്ടിംഗ് എന്ന് പറയാം. സോർട്ടിംഗ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഡേറ്റ സ്ട്രക്ചർ മേക്സ് സെർച്ചിങ് ഫാസ്റ്റർ. നമ്മൾ നേരെ ചിട്ടയായി അടുക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് സെർച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ലാസ്റ്റ് വൺ, മെർജിങ്. Merging usually refers to the process of combining elements of two sorted data structures to form a new one.
രണ്ട് സോർട്ടഡ്, അതായത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ഡേറ്റാ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു ഡേറ്റാ സ്ട്രക്ചറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് മെർജിങ് എന്ന് പറയുന്നത്. The simplest form of merging is the joining of the elements of both the data structures into a third empty data structure. സിമ്പിളായിട്ട് നമുക്ക് മെർജിങ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം എ എന്ന് പറഞ്ഞിട്ട് ഡേറ്റാ സ്ട്രക്ചർ ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് ഡേറ്റാ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എയും ബിയും നമ്മൾ അതിൽ നിന്നെടുത്ത് ഒരു മൂന്നാമത്തെ സി എന്നുള്ള എംപ്റ്റി ഡേറ്റാ സ്ട്രക്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എ ആഡ് ചെയ്യുക, ദെൻ ബി എന്നുള്ളത് ആഡ് ചെയ്യുക സി എന്നുള്ള ഡേറ്റാ സ്ട്രക്ചറിലേക്ക്.